ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. 2021 വണ്ടി, 65,000 കിലോമീറ്റർ ഫുൾ സർവീസ് പോയ വാഹനം. ലോൺ ഒരു 4.25-5 ലക്ഷം കിട്ടും. 4.5 ഗ്യാരണ്ടി കിട്ടും. 4.5 ഗ്യാരണ്ടി കിട്ടും. 17 മോഡൽ ബാങ്കിൽ തന്നെ നമുക്ക് ചെയ്തു. നിങ്ങൾ എവിടെയും പോലെ പോളോ അല്ല, ഇനിയും വരുന്നുണ്ട് വണ്ടികൾ. രണ്ടും 23 ഓക്കെ. സിംഗിൾ ഓണർ, 28,000 കിലോമീറ്റർ ഓട്ടോ, അണ്ടർ വാറണ്ടിയിൽ നിൽക്കുകയാണ്. അതെ, അത് മാത്രമല്ല വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. 10 പോളോ കാറുകൾ വിൽക്കാൻ വെച്ചേക്കാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെട്രോ കാസിന്റെ ഒരു അടിപൊളി വീഡിയോ ആണ്. പഴയ പ്രതാപകാലം തിരിച്ചെത്തിയിരിക്കുന്നു മെട്രോന്റെ. അപ്പോൾ അലബ്രോ നമ്മുടെ കൂടെ ഉണ്ട്. പോളോ മാത്രമാണോ അതോ വേറെ വണ്ടികൾ ഇന്ന് കാണിക്കണ്ടോ? വോക്സ്വാഗനിൽ തന്നെ നമുക്ക് 2 ടൈഗൺ ഉണ്ട്, വെന്റോ ഉണ്ട്, 10 പോളോ, അതിൽ ഒരു ഡീസൽ, ബാക്കിയെല്ലാം പെട്രോൾ. വേറെ ബ്രാൻഡ് ഇന്ന് കാണിക്കൂലേ? പിന്നെന്താ, വീഡിയോ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പോളോ മാത്രം കാണിക്കുമ്പോൾ ഒരു ഇതായിപ്പോ 10 പോളോ ഉണ്ട്. അപ്പോൾ എല്ലാം എടുത്ത് കാണിക്കുന്നില്ല, മോഡലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എല്ലാത്തിൻ്റെയും. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ്, തിരുവണ്ണൂരാണ്. പോളോന്റെ മെയിൻ ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ GST ബാധിക്കൂല അല്ലേ? ബാധിക്കൂല. റേറ്റ് കാട്ടിയിട്ടുണ്ടോ? നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. പോളോയില് കാര്യമായിട്ടുള്ള മാറ്റമല്ല, പക്ഷെ ബാക്കി എല്ലാ വണ്ടികളിലും കാര്യമായിട്ടുള്ള മാറ്റം. പോളോയില് ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ, കഴിഞ്ഞൊരു വീഡിയോയില് നമ്മളൊരു GT കാണിച്ചിട്ടുണ്ടായിരുന്നു. GTയുടെ വിലയിൽ ആരോ ഒരാൾ 2017 ഒരു പോളോ GT ഞാൻ പറയാം. ഞാൻ കമന്റ് ഒരു കസ്റ്റമർക്ക് കമന്റ് നമ്മൾ കൊടുത്തായിരുന്നു. എന്നുവെച്ചാൽ പുള്ളിന്റെ അറിയാനായിരിക്കാം, 2017 പോളോ ആ റേറ്റിന് ഇല്ല എന്നാണ് പറഞ്ഞത്. 690 നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 6.25 കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. ആ വണ്ടി ഇപ്പോൾ സെയിലായി, മറ്റന്നാൾ ഡെലിവറിയാണ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വണ്ടി ആള് പറഞ്ഞുകൊണ്ടിരുന്നത് മാനുവൽ എന്നുള്ളതാണ്. അപ്പോൾ പുള്ളി ഒരാൾ കമന്റ് ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വേറെയും കമന്റ് വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പോളോ മാനുവലും പോളോ ഓട്ടോമാറ്റിക്കിനും ഒരേ വിലയ്ക്ക് കിട്ടൂല. അപ്പോൾ എന്തായാലും മിനിമം 1 lakh to 1.5 വരെ മിനിമം ഡിഫറൻസ് പോളോ മാനുവലും ഓട്ടോമാറ്റിക്കും തമ്മിലുണ്ട്. അപ്പോൾ സ്വിഫ്റ്റ് മാനുവലോ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ഒരേ വില കിട്ടാത്ത പോലെ തന്നെയാണ് പോളോന്റെ കാര്യം. സ്വിഫ്റ്റിനേക്കാൾ വില വ്യത്യാസം വരും പോളോ ഓട്ടോമാറ്റിക്കലി പോകുമ്പോൾ, കുറച്ചും കൂടി കൂടും അതിൻ്റെ. അതാണ്. അപ്പോൾ പലരും ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ട് ചില കമന്റ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ എടുക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് കൊടുക്കും, എടുക്കുന്നവർക്ക് അതൊരു ഡൗട്ട് കൊടുക്കും. അതുകൊണ്ടാണ് എന്തായാലും സോൾഡായി. നമ്മളത് പറഞ്ഞു കൊടുത്തത്, വണ്ടി സോൾഡായി. വണ്ടി ആ വീഡിയോ കണ്ട് 3-ാം ദിവസം വണ്ടി സോൾഡായി. ഓക്കെ. എന്തായാലും ഇപ്രാവശ്യം വില പൊടിച്ചിട്ടുണ്ടോ? നമ്മള് വില കൂട്ടിയിട്ട് ഞാൻ റേറ്റ് ഇട്ടേക്കാം. വീഡിയോ ഇട്ട കസ്റ്റമർ ചിലപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മളടുത്ത് ഈ തവണ 2017 പോളോ ഉണ്ട്. ആ 17 പോളോക്ക് റേറ്റ് ചോദിക്കുന്നത് ചിലപ്പോൾ അവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നല്ല കുറച്ച് കൊടുക്കാമല്ലോ. എന്തായാലും അവരുടെ സമയം മെനക്കെടുത്തിട്ട് ഒരിക്കലും നല്ല വണ്ടി ആയിരിക്കും. കാറുകൾ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം. അതിന് നമ്മൾ തന്നെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്രയും വർഷമായിട്ട് നമ്മൾ ചെയ്തു 6 വർഷത്തോളം ഇതുവരെ കംപ്ലൈൻറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ധൈര്യത്തിൽ കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ വീഡിയോ കൊണ്ടുപോകാം അല്ലേ? പോളോ നമുക്ക് പുറകെ കാണിക്കാം. ആദ്യം നമുക്ക് ഈ അൾട്രോസ് തുടങ്ങാം. നല്ല അടിപൊളി ഒരു ഡാർക്ക് എഡിഷൻ അൾട്രോസ് ആണ്. KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ വാഹനം. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2023 മോഡല്, പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ DCT ഓട്ടോമാറ്റിക്. DC ഏതാണ് വിളിക്കുന്നത്? DCT ഓട്ടോമാറ്റിക്. 2023 സിംഗിൾ ഓണർഷിപ്പ്, 2028 വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള വണ്ടി. ഓക്കെ. അണ്ടർ കമ്പനി വാറണ്ടിയിൽ നിൽക്കുകയാണ്. ഓട്ടം 39,000 കിലോമീറ്റർ ഓട്ടോ, കറക്റ്റ് കമ്പനി ഷോറൂം സർവീസ് ഹിസ്റ്ററി. ഏത് ഓപ്ഷൻ? ടോപ്പ് എൻഡ് XZ പ്ലസ് ആണ്. സൺറൂഫ് ഉള്ളതും ഇല്ലാത്തതുകൊണ്ട് സൺറൂഫ് ഇല്ലാത്ത ഓപ്ഷനാണ്. 2023-28 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം. കിലോമീറ്റർ 39,000 കിലോമീറ്റർ ആണ്. ഇവർ വണ്ടി എടുക്കുന്ന സമയത്ത് 13.5 ലക്ഷം രൂപ വണ്ടിക്ക് വില ഉണ്ട്. ഇപ്പം ന്യൂ ഷേപ്പ് വന്നു, ഫേസ് ലിഫ്റ്റ് വന്നു. ഓഫർ കഴിഞ്ഞിട്ട് 12.5 ലക്ഷം രൂപയാണ് വണ്ടിക്ക് വില. അതായത് ഇപ്പോൾ പുതിയ വണ്ടിക്ക് ഈ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡിന് വരുന്നത്, സൺറൂഫ് ഇല്ലാത്തതിന് വരുന്നത് 12.5 ലക്ഷമാണ്. ഓഫർ കഴിച്ചിട്ട് വരുന്ന വില, GST കഴിഞ്ഞിട്ട് വരുന്ന വില. അതിൽ ഇനി GST കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. അതിൽ ചിലപ്പോൾ ഓണം ഓഫർന്നോ ദീപാവലി ഓഫർന്നോ പറഞ്ഞിട്ട് ഇനി ഒരു 10-30,000 രൂപ ഇനിയും കുറയും. അതെ. അതിൽ ഇപ്പം വരുന്ന ഫേസ് ലിഫ്റ്റിൽ ഡാർക്ക് എഡിഷൻ വരുന്നില്ല എന്നുള്ളതാണ് ടാറ്റയിൽ നിന്ന് വന്ന വിവരം. അപ്പോൾ മറ്റ് കളേഴ്സ് എല്ലാം ഉണ്ട്, ബ്ലാക്ക് വരുന്നില്ല. ഡാർക്ക് എഡിഷൻ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ അതെ ഇവിടെ തന്നെ വരണം. ഇന്റീരിയർ എക്സ്റ്റീരിയർ ഔട്ട് പക്കാ ഡാർക്ക് എഡിഷൻ നോക്കുന്നവർക്ക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പക്കാ ഷോറൂം സർവീസ് ഉള്ള. നമുക്ക് എത്ര കൊടുക്കുന്നത്? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 8,20,000 രൂപ മാത്രമാണ്.
8/20 നിങ്ങൾക്ക് ഈ ഒരു 2023 2028 വരെ വാറണ്ടിയിൽ ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് DCT സിംഗിൾ ഓണർഷിപ്പ് ഡാർക്ക് എഡിഷൻ ഈ ഒരു അൾട്രാ ഹൈവേസിൽ 15+ മൈലേജ് ഉണ്ട്. നമുക്ക് സിറ്റിയിലാണെങ്കിൽ 10 to 12 ഗ്യാരണ്ടി. 10 to 12 സിറ്റിയിൽ ഗ്യാരണ്ടി ഉണ്ട്. 15 ഇന്ന് രാവിലെ വന്നിട്ടുള്ളൂ. ഇത് പ്രോപ്പർ നമ്മൾ ഓടിച്ച് എറണാകുളത്ത് നിന്ന് ഓടിച്ച് വന്നതാണ്. മൂവാറ്റുപുഴയാണ് വണ്ടിന്റെ ഓണർഷിപ്പ്. നമ്മൾ ഓടിച്ചിട്ട് കിട്ടിയ മൈലേജ് ആണ് നമ്മൾ പറയുന്നത്. ഗ്യാരണ്ടി മൈലേജ് ആണ്. അതിൽ ക്രൂസിൽ ഇട്ടിട്ടും അല്ലാതെയൊക്കെ നമ്മൾ ഹൈവേയിൽ ഓടിച്ചു. പക്ക കിട്ടിയ മൈലേജ് നമ്മൾ പറയുന്നത്. നമുക്ക് കിട്ടിയ മൈലേജ് ആണ്. ഓക്കെ. അപ്പോൾ ഡാർക്ക് എഡിഷൻ ഇപ്പോൾ പുതിയ വണ്ടിക്ക് GST കഴിഞ്ഞിട്ട് 12.5 ഉണ്ട്. അതുകൂടാതെ എന്തെങ്കിലും ഓഫർ കൂടി ഉണ്ട്, ഒരു 12 ലക്ഷം കൂടി അല്ലേ? മാക്സിമം 12. അതിൽ താഴൂല. അപ്പോൾ ഇതിലിപ്പോൾ ചോദിക്കുന്നത് 8,20,000 മാത്രമാണ്. പ്രൈസ് ഫൈനലാണോ അതോ എന്തെങ്കിലും സ്ലൈറ്റ്ലി ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം? ലോണും ഒരു 7 ലക്ഷം മേലെ കിട്ടാൻ ചാൻസ് 7.5 ലക്ഷം രൂപ വരെ എന്തായാലും കിട്ടും. ചിലപ്പോൾ അതിൻ്റെ മേട്ടിലേക്ക് ഗ്യാരണ്ടി, ചിലപ്പോൾ ഫുൾ ലോൺ തന്നെ പാസ്സാവും. അത് തന്നെ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങളുടെ ട്രാക്ക് കൂടെ നോക്കുകയാണെങ്കിൽ ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക് അങ്ങനെ നമ്മൾ ആദ്യത്തെ പോളോയിലേക്ക് എത്തിയിരിക്കുകയാണ്. KL 7 രജിസ്ട്രേഷനാണ്. ഇവിടെ ഇപ്പോൾ 4 റെഡ് പോളോ ഉണ്ട്, 2 വൈറ്റ് ഉണ്ട്, ഒരു കോഫി ബ്രൗൺ ഉണ്ട്, ഒരു ഗ്രേ ഉണ്ട്, ഒരു കോപ്പർ റെഡ് ഉണ്ട്. ഓക്കെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ പോളോയിൽ പെട്രോൾ 1 ലിറ്റർ ഹൈലൈൻ പ്ലസ് ആണ്. ഏറ്റവും ടോപ്പിന്റെ മാനുവൽ 19 മോഡൽ പെട്രോൾ മാനുവൽ 1 ലിറ്റർ ആണ്. 84 bhp പവർ വരുന്ന ഒരു നോർമൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി. ഓക്കെ. മൈലേജ് അത്യാവശ്യം ഉണ്ടാവില്ലേ? 1 ലിറ്റർ ആകുമ്പോൾ നമുക്ക് 1 ലിറ്റർ MPIക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഒരു 14 to 16 ഗ്യാരണ്ടി മൈലേജ് കിട്ടും. ഇതിന്റെ ടർബോ ആണ് കുറച്ച് കുറയും. 1 ലിറ്റർ MPIയും 1.2 MPIക്കും ലേശം കുറയും. ഒരു 12-13 ആണ് ആവറേജ് ഉണ്ടാവും. ഇത് അത്യാവശ്യം മൈലേജ് ഉണ്ട്. 14-16 റേഞ്ച് കിട്ടും. അതെ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ഇതിലിപ്പോൾ 4 ടയർ പുതിയതാണ്. ഇൻഷുറൻസ് മെയ് 26 വരെ ഉണ്ട്. കറക്റ്റ് പ്രോപ്പർ സർവീസുള്ള വണ്ടി. 41,000 കിലോമീറ്റർ ആ കൂടിയിട്ടുള്ളൂ. സിംഗിൾ 41,000 മാത്രം. 19 ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഒന്നും ചെയ്യാനില്ല വണ്ടിയിൽ, വേറെ ഒന്നും ചെയ്യാനില്ല. പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് ചെയ്ത് പോയിട്ടുള്ള മെയിൻറ്റൈൻഡ് ആണ്. ബാറ്ററി എല്ലാം പുതിയതാണ്. വണ്ടി പക്കാ ഷോറൂം സർവീസും മെയിൻറ്റൈൻഡും റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 7,15,000 രൂപയാണ്. 2019 പോളോ ഹൈലൈൻ പ്ലസ് ആണ്. ഹൈലൈൻ അല്ല, ഹൈലൈൻ പ്ലസ് ആണ്. ഇപ്പം നമ്മളെ മുന്നത്തെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു 690 2017 കൂടുതലല്ലേ. ഇത് 19 വണ്ടിയാണ്. മാനുവലിന് നമ്മൾ 7,15 ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കുക. 6 to 6.5 വരെ ലോണ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു വണ്ടി. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് വൈറ്റ് പോളോ KL 76 നന്മണ്ട രജിസ്ട്രേഷൻ. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് കോഴിക്കോട് നന്മണ്ട രജിസ്ട്രേഷൻ ആണ്. 2019 മോഡൽ തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ. നേരത്തെ കണ്ട ഫസ്റ്റ് ഓണറാണ്, ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജിങ് ഉണ്ട് സൈഡിൽ. അതേപോലെ സീറ്റ് കവേഴ്സും കാര്യങ്ങളെല്ലാം വരും. റൂഫും മിറർ കപ്പും സ്പോയിലറും വരും. അത് എല്ലാം ബ്ലാക്ക് കമ്പനി വരുന്നത് തന്നെയാണ്. അപ്പോൾ അതിനോട് ഫൈനോ കാര്യങ്ങളൊന്നും കിട്ടൂല. എല്ലാം പക്ക ഒറിജിനൽ കമ്പനി തന്നെയാണ്. 55,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള കറക്റ്റ് സർവീസ് ചെയ്ത് പോയിട്ടുള്ള വണ്ടി. 1 വർഷത്തെ പുതിയ ഇൻഷുറൻസ് അടക്കമാണ് വണ്ടി നിൽക്കുന്നത്. പരിപാടിക്കൊക്കെ കറക്റ്റ് സർവീസ് ചെയ്ത് പോയിരുന്നു. 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ. ഒരു ക്ലെയിമില്ലല്ലോ? ഒന്നുമില്ല. എത്ര ഇപ്പോൾ? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 7,15,000 രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കുക. 2019 മോഡലാണ്. ഹൈലൈൻ പ്ലസ്. നേരത്തെ കണ്ട വണ്ടി സെയിം തന്നെ. ഡ്യുവൽ ടോൺ ആണെന്ന് പറഞ്ഞു. ആകെ ഒന്ന് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. മറ്റേതിനെ വയസ്സ് കുറച്ചും കൂടി കിലോമീറ്റർ വയസ്സ് ചെറിയൊരു മാറ്റം. കളർ വൈസ് കൂടുതൽ എൻക്വയറി റെഡ്, അത് കഴിഞ്ഞാൽ വൈറ്റ്. ഇത് ഡ്യുവൽ ടോൺ ഓൾറെഡി ആക്കിയതിനെ കൊണ്ടായാലും ഒരുവിധം എല്ലാവരും നമ്മളെ എടുക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാം നേരെ കൊണ്ടുപോയിട്ട് ഡ്യുവൽ ടോൺ ആക്കുന്ന കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഇത് ആദ്യം ഓൾറെഡി ആണ്, അതേ ലുക്ക് തന്നെയാണുള്ളത്. അപ്പോൾ 7,15 എന്ന് ചോദിക്കുന്നത്. ലോണും ഒരു 6 to 6.5 ഉള്ളിൽ എന്തായാലും കിട്ടും അല്ലേ? 6 എന്തായാലും കയറും. 6.15 6.5 വരെ. ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജും കാര്യമൊക്കെ കിട്ടും. അതെ. അടുത്ത പോളോ കോഫി ബ്രൗൺ കളറാണ്. KL 11 കോഴിക്കോട് വണ്ടി തന്നെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മാനുഫാക്ചറിങ്, 17 ഡെലിവറി ഉള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ. 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് പെൻഡിങ് ആണ്. നമ്മൾ വരുന്ന വെള്ളിയാഴ്ചത്തേക്ക് സർവീസ് ലീവാണല്ലോ. വെള്ളിയാഴ്ചത്തേക്ക് സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സർവീസും കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുക. 17 മോഡൽ ഓണർഷിപ്പിൽ 71,000 കിലോമീറ്റർ. ഹൈലൈൻ പ്ലസ് ഇല്ല, ഹൈലൈൻ 1.2 എഞ്ചിനാണ്. ആ ഒരു പവർ സൈഡ് വേണ്ട ആൾക്കാർക്ക് ഒക്കെ ഒരു ആ എഞ്ചിൻ റോറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. ഫീൽ കിട്ടുന്ന വണ്ടിയാണ്. ടയർ സൈസും കാര്യങ്ങളെല്ലാം ഉണ്ട്. 15 ഇഞ്ചാണ് അലോയ് വരിക. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ബാക്കിയെല്ലാം സെയിം ആ വരുന്നത്. ഈ വണ്ടി നമുക്ക് 5,40,000 രൂപയ്ക്ക് വണ്ടി ലാസ്റ്റ് കൊടുക്കുക. 2017 വണ്ടി 5,40,000. ഇതാണ് GT കാണിച്ചത് 7 വെച്ചിരുന്നു. 6,90 വെച്ച്. ഓക്കെ. ഇത് 5,40,000. ഇതാ നിങ്ങൾക്ക് 17-4.5 വരെ ഗ്യാരണ്ടി ലോൺ വാങ്ങി കൊടുക്കുക. 1.2 ലിറ്റർ എഞ്ചിനാണ് വരിക. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പെയിന്റിങ് ടച്ചപ്പ് മാത്രമേ വണ്ടിയിലുള്ളൂ. അത് ഒരു തവണ ബമ്പർ ഫ്രണ്ട്, ഒരു തവണ ബാക്ക് ബമ്പർ, ഒരു തവണ ക്വാർട്ടർ പാനൽ പെയിന്റിങ്.
പെയിന്റ് ചെയ്തിട്ട് ഇതെല്ലാം കമ്പനി തന്നെയാണ്. ഈ വണ്ടി ഫുൾ സർവീസും കമ്പനി തന്നെയാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ ഉള്ളൊരു സർവീസ് പെൻഡിങ് ആണ്. കിലോമീറ്റർ വൈസ് ആയിട്ടില്ല, പക്ഷേ സർവീസ് വൈസ് 1 വർഷം കഴിഞ്ഞുണ്ട്, പെൻഡിങ് ആണ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. ലോൺ ഒരു 4.25 ലക്ഷം കിട്ടും. 4.5 ഗ്യാരണ്ടി കിട്ടും. 4.5 ഗ്യാരണ്ടി. 17 മോഡൽ ബാങ്ക് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കും. നിങ്ങൾ എവിടെയും പോലെ പോളോ അല്ല, ഇനിയും വരുന്നുണ്ട് വണ്ടികൾ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് കോപ്പർ റെഡ് കളർ. ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം അല്ലേ? 11 രജിസ്ട്രേഷൻ തന്നെയാണ്, KL 11. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇതും പെട്രോൾ ആണ്, 1.2 ലിറ്റർ ഹൈലൈൻ തന്നെയാണ്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിൽ 74,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പെട്രോൾ 74,000, സെക്കൻഡ് ഓണർഷിപ്പ് ഹൈലൈൻ. ഏതാ മോഡല്? 2014 മോഡല്. ഓക്കെ. പെട്രോൾ ഡീസൽ ഉണ്ടോ ഏതെങ്കിലും സ്റ്റോക്ക്? ഡീസൽ നമ്മളിൽ ഒരു വണ്ടി സ്റ്റോക്ക്. ഒറ്റ വണ്ടിയാ? ഏതാ റെഡ്? അത് റെഡ് ഡീസലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതേതാ? 1.5 1.5 ഡീസൽ ഹൈലൈൻ പ്ലസ് 2019 മോഡൽ. ഓക്കെ, കൂടിയ മോഡൽ തന്നെയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എത്ര കൊടുക്കാം നമുക്ക്? 14 മോഡൽ. ഈ വണ്ടി നമ്മൾ കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പോൾ പോളിഷ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് പുറത്തേക്ക് വെച്ചെന്നുള്ളൂ. വണ്ടി പക്കായിട്ട് തന്നെ കൊടുക്കുക. 1-2 ടച്ചപ്പ്, ബമ്പർ കോർണർ, ബാക്ക് ചെയ്ത് ക്ലീൻ ആക്കിയാൽ അടിപൊളിയാക്കി വണ്ടി നീറ്റായിട്ട് കൊടുക്കാനാണ് താല്പര്യമുള്ളൂ, അല്ലാതെ കൊടുക്കുന്ന രസമല്ല. അപ്പോൾ അതെ, ഇത് 2014 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ 4 പുത്തൻ യൊക്കോമൻ്റെ ടയേഴ്സും കാര്യങ്ങളും എല്ലാം പക്ക പ്രോപ്പർ എഞ്ചിനുള്ള 1.2 നല്ല പെർഫോമൻസ് ഉള്ള. അതിൽ ബാക്കിൽ 2 ഷോക്ക് നമ്മൾ മാറ്റി, വീക്കായിരുന്നു. 2 ഷോക്ക് നമ്മൾ മാറി. ഈ വണ്ടി നമുക്ക് ഫൈനൽ 4.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 4,50,000-ന് 265 നമ്മൾ ചോദിക്കുന്നത്. 4.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ വണ്ടി 2014 1.2 ലിറ്റർ പോളോ ഹൈലൈൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കിലോമീറ്റർ വൈസ് കുറച്ച് കുറവാണ് 14 വെച്ച് നോക്കുമ്പോൾ. പിന്നെ എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്. AC എല്ലാം കാര്യങ്ങളും. ആകെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്ന ആ ഷോക്കും 1-2 സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് സൈഡ് വലിയ കുറവായിരിക്കും അല്ലേ? വളരെ കുറവായിരിക്കും, ഡീസൽ പോളോ പോലെയല്ല. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ഒരു 4 lakhs ലോൺ കിട്ടും. 4 lakhs ലോൺ കിട്ടും. 3-3.5 വരെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ കോമ്പാക്ട് SUV സെഗ്മെന്റിലേക്ക് കയറി. വെന്യൂ KL 2 കൊല്ലം വണ്ടിയാണ്. അതെ, ഫാൻസി നമ്പറും 1155. യെസ്, 2255 ആണ് പൊളിച്ചേ. ഞാൻ കൊടുക്കൂല. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ, ഫേസ് ലിഫ്റ്റഡ് എഡിഷൻ. 2022 ലാസ്റ്റിലേക്കാണ് ഫേസ് ലിഫ്റ്റ് വന്നത്. 23 ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി. അതല്ലേ ഗ്രില്ലൊക്കെ വരുന്നത്? പിന്നെ അതെ, ന്യൂ ഷേപ്പ് ആയത്. ഓക്കെ. റിയറും ഫ്രണ്ടും ആണ് മെയിനായിട്ട് ഡിഫറൻസ്. ടോപ്പ് ആൻഡ് SX ഓപ്ഷനിൽ 1 ലിറ്റർ ടെർബോ DCT ഓട്ടോമാറ്റിക് വണ്ടി, പെട്രോൾ. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. 2027 ജനുവരി വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടി. 2023 മാനുഫാക്ചറിംഗ് ഉണ്ട്, 2023 രജിസ്ട്രേഷൻ ഉണ്ട്. രണ്ടും 23 ഓക്കെ. സിംഗിൾ ഓണർ, 28,000 കിലോമീറ്റർ ഓട്ടോ. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുകയാണ്. അതെ, അത് മാത്രമല്ല വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. കറക്റ്റ് സർവീസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. 27 ജനുവരി വരെ വാറണ്ടി എന്ന് പറയുമ്പോൾ ടെൻഷനില്ല. ഓക്കെ, ധൈര്യത്തിൽ കൊണ്ടുപോകണം അല്ലേ? പിന്നെ റേറ്റ് കുറഞ്ഞല്ലോ. വെന്യൂ ആണ്. ഇതിന് മൈലേജ് എങ്ങനെ ഉണ്ടാവും? മൈലേജ് ഏകദേശം നമുക്ക് ഹൈവേയിലാണെന്നാണെങ്കിൽ ഒരു 14 to 16 വരെ. ഹൈവേ, ലോങ് ഹൈവേ, ഹൈവേ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല മൈലേജ് വരും. സിറ്റിയിലൊക്കെ ആണെങ്കിൽ 10 to 12 മാറി കളിക്കുന്നുണ്ട് ഇടക്കിടക്ക്. ഓക്കെ, ഒരേ ഡ്രൈവ് പിടിച്ച് ഓട്ടോമാറ്റിക് നല്ല മൈലേജാണ്. ക്രൂസിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 70-75 ക്രൂസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല മൈലേജാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു വെന്യൂ കൊണ്ടുപോകാം. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന SXO ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക്. ഇപ്പോൾ പുതിയ വില എത്രയാ? നമ്മൾ എത്ര കൊടുക്കാം? ഈ വണ്ടി ഇവർ എടുക്കുന്ന സമയത്ത് 15,80,000 രൂപയാണ് വില. ഇപ്പോൾ 1,14,000 രൂപ, 15,000 രൂപയോളം കുറഞ്ഞിട്ടുണ്ട്. പല വിലയാണ് പറഞ്ഞത്. 1.40 കുറഞ്ഞിട്ടുണ്ട്, 1.10 കുറഞ്ഞിട്ടുണ്ട്, 78,000 കുറഞ്ഞിട്ടുണ്ട്. ഓരോ വേരിയന്റിനനുസരിച്ചാണ് വില വ്യത്യാസം. ഈ ഒരു ഓപ്ഷൻ എത്രയാ? ഇവരെടുത്തത് 15,80,000 ഇപ്പോൾ വണ്ടീൻ്റെ റേറ്റ് 14,76,000 രൂപ. 14,76,000 രൂപയാണ്. ആർക്ക് വേണമെങ്കിൽ ഹുണ്ടായിൻ്റെ ഷോറൂമിൽ വിളിച്ചു വെച്ചത്. 14,76,000 നമ്മൾ ഹുണ്ടായിൻ്റെ ലിസ്റ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എത്ര കൊടുക്കാം ഇപ്പോൾ? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 10,90,000 രൂപ. 10,90,000 ഇവിടെ ചോദിക്കുന്നു. 23 മോഡലാണ്, ന്യൂ ഷേപ്പാണ്, ഇതേ ഫേസ് ലിഫ്റ്റ് ആണ് നമുക്ക് കിട്ടാനുള്ളത്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. അത്രയും മാറ്റം വന്നിട്ടുണ്ട്. ലോൺ ഒരു 10 രൂപ കിട്ടുമോ? എന്തായാലും 10 to 10.5 ഗ്യാരണ്ടി. 10 ഗ്യാരണ്ടി വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് 40,000-40,000 രൂപയുടെ ഇറക്കി. അതെ, നമ്മളെന്താ വെച്ചാൽ 22 മാനുഫാക്ചർ വരുന്ന വെന്യൂ ഓട്ടോമാറ്റിക് വിറ്റുകൊണ്ടുവന്ന റേറ്റ് എന്ന് പറയുന്നത് 10.75-10.90 റേഞ്ചിലായിരുന്നു. ഇപ്പോൾ റേറ്റ് കുറഞ്ഞു, 1.5 ലക്ഷം രൂപ അടുപ്പിച്ച് കുറഞ്ഞപ്പോൾ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് മാറ്റി. ഓക്കെ, ഇവര് ഫോക്സ് വാഗൺ വിട്ടൊരു കളിയില്ല. ഒന്ന് കാണിച്ചാൽ അടുത്ത വേറെ ഇതിൽ തന്നെ എത്തും. ഫോക്സ് വാഗൺ ടൈഗോൺ ആണ്, KL 63 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ?
2022 മാനുഫാക്ചറിങ്, 22 രജിസ്ട്രേഷൻ, 2026 വരെ എക്സ്റ്റൻഡ് വാറന്റിയിൽ, സോറി നോർമൽ വാറന്റിയിൽ നിൽക്കുന്ന വണ്ടി. 26 നോർമൽ ഉണ്ട് അല്ലേ? അത് കഴിഞ്ഞ വേണം എക്സ്റ്റെൻഡ് ചെയ്യാം. അതെ, ഓക്കെ. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നു, പിന്നെയും ഒരു 5 വർഷത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാം. 29, 26, 30 വരെയൊക്കെ സിമ്പിളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പം 44,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ഏതാ ഇത്? ടോപ്പ് ലൈനാ ഏതാ? അല്ല, ഇത് ഹൈലൈൻ ഓട്ടോമാറ്റിക് ആണ്, 1 ലിറ്റർ ഓട്ടോമാറ്റിക് മിഡിൽ ഓപ്ഷൻ. ഓക്കെ, മിഡിൽ ഓപ്ഷൻ 1 ലിറ്റർ ഓട്ടോമാറ്റിക് വാഹനം. ഇതിൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും വരും. 1 ലിറ്റർ ടർബോ തന്നെ, വേറെ ഒന്നുമില്ല. വലിയ അതാണ് വലിയ വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. നല്ല പെർഫോമൻസും അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. 1.5 നമ്മളിലുണ്ട്, അതിപ്പോൾ ഡെലിവറിയാണ്. അതിന് പെർഫോമൻസ് വൈസ് DST ഗിയർ ബോക്സ് ആയതുകൊണ്ട് നല്ല പെർഫോമൻസ് 1.5 എഞ്ചിൻ്റെ നല്ല സാധനം തരുന്നുണ്ട്. അതെ, ഇത് നമുക്ക് ഒരു നോർമലായിട്ടുള്ള എല്ലാ പെർഫോമൻസും കിട്ടും. അതിൽ ഗിയർ ബോക്സ് മാറും, DST വരിക. അതെ, പക്ഷേ വെന്യൂന്നും അടുത്തെത്തൂല. അതെ, വണ്ടി കയറി പോകും. ബോക്സ് വാഗനാണല്ലോ. ഓക്കെ, അതിന്റെ എന്താണ് സ്പെഷ്യാലിറ്റി? സേഫ്റ്റി ഉണ്ട്, 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, നല്ല ബോഡി വെയിറ്റ് ആണ്. പിന്നെ വാറന്റിയിൽ നിൽക്കുന്ന വോക്സ് വാഗണിലെ ഒരു വണ്ടികളെ പറ്റി നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഉപയോഗിക്കാം. നമ്മളിപ്പോഴത്തെ ഹൈവേന്റെ ഒരു പ്രത്യേകത അറിയാലോ, സ്ഥലമില്ലാത്തതുകൊണ്ട് വലിയ കേവ് ഒന്നും നിർത്തിയിട്ടില്ല എന്നാ പറയുന്നത്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് വണ്ടി തെന്നി പോകുന്നു. ഇപ്പൊ കർവ് ഓടിക്കുമ്പോൾ പോയവർക്ക് മനസ്സിലാവും, കർവ് ഓടിക്കുമ്പോൾ നല്ലോണം ഒരു ചവിട്ടിയിട്ട് എടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അങ്ങനെ വീശിയിട്ടുണ്ടെ വണ്ടി അപ്പുറത്ത് കിടക്കും. ഇപ്പോൾ കൂടുതലായിട്ട് ആക്സിഡന്റ് നടക്കുന്നത് മഴയത്ത് വണ്ടി ഓടുന്ന സമയത്ത് വെള്ളം പായുന്നുണ്ട്. അപ്പോൾ അതിന്റെ മുകളിൽ കൂടെ നമ്മൾ ആക്സിലേറ്ററിന് മുകളിൽ നിന്ന് കാലെടുക്കാതെ ഓടിക്കുകയാണെങ്കിൽ വണ്ടി സ്പോട്ടിൽ സ്പിന്നാവും. കുറേ വണ്ടികൾ നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് സ്പിന്നായി പോകും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി സേഫ്റ്റി ഉള്ള വണ്ടികൾ നോക്കിയെടുക്കാം അല്ലേ? അപ്പോൾ ഇത് അതെ, എത്ര കൊടുക്കാം? സേഫായിട്ട് ഓടിക്കുകയും ചെയ്യാം. വണ്ടി മാത്രം സേഫ്റ്റി ആയിട്ട് കയറിയില്ല. ഈ വണ്ടി നമുക്ക് 11,60,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ഇതിപ്പോ ഓൺ റോഡ് എത്ര വരുന്നുണ്ട്? എന്തോ ഓൺ റോഡ് ഇപ്പോൾ എത്ര വരുന്നുണ്ട്? ഇവരെടുക്കുന്ന സമയത്ത് 18,85,000 രൂപയാണ് ഓൺ റോഡ് വില. ഇപ്പോൾ 1.5 ലക്ഷം രൂപ കുറഞ്ഞു GST-യിൽ. 18,80 ആയിരുന്നു അന്നത്തെ. അതെ, ഇപ്പോൾ ഇവർക്ക് 17,20, 17,15 ലെവലിൽ റേറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചോദിച്ചത് 11,60,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 11,60,000 ചോദിക്കുന്നത്. 11,60,000 ഫൈനൽ. അതിൽ ഏകദേശം നമുക്കൊരു 10 സുഖമായിട്ട് ലോൺ ആണ്. അടുത്തതാ ഹ്യുണ്ടായി ക്രെറ്റ KL85 രജിസ്ട്രേഷൻ. ഏറ്റവും ന്യൂ ഷേപ്പ് വണ്ടിയാണ്. അതെ, ഏറ്റവും ലേറ്റസ്റ്റ് ഫേസ് ലിഫ്റ്റ് എഡിഷൻ വിത്ത് എമറാൾഡ് ഗ്രീൻ കളർ. ഓക്കെ, തീർച്ചയായും ആ കളർ ഈ ടോപ്പനിൽ മാത്രമേ വന്നുള്ളൂ. അതെ, ടോപ്പനിലല്ല, ഈ ഫേസ് ലിഫ്റ്റിലേ വന്നുള്ളൂ. എങ്ങനെ ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2024 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിൽ 27,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക്. 27,000 ആ ഒരു ഓട്ടം പോയിട്ടുണ്ട് അല്ലേ? 24 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണല്ലോ. അതെ, ഡീസൽ ഓട്ടോമാറ്റിക്, അതിൻ്റെ ഒരു ഓട്ടം പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വാറണ്ടി ഇപ്പോൾ എത്ര വരെ ഉണ്ടാവും? 27 വരെ വാറണ്ടി ഉണ്ട്. 27 വരെ കമ്പനി വാറണ്ടി. നോർമൽ വാറണ്ടി 27 വരെ ഉണ്ട്. S ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത്. ഓക്കെ, S ഓപ്ഷനിൽ തന്നെ പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, ഡയമണ്ട് അലോയ്സ് വരുന്നുണ്ട്. അലോയ്സ് ബ്ലാക്ക് എഡിഷൻ വരുന്നത് കമ്പനിയായിട്ട് വരുന്നത് തന്നെ. ഓക്കെ, അതേപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, പാഡിൽ ഷിഫ്റ്റേഴ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ, എല്ലാ കാര്യങ്ങളും S ഓപ്ഷനിൽ തന്നെ വരുന്നുണ്ട്. SXO എന്ന് പറയുമ്പോൾ സീറ്റ് വെന്റിലേഷൻ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്സ് കാര്യങ്ങൾ വരും. എയർ ബാഗ് 6 ഇതിനും വരുന്നുണ്ട്. എല്ലാ വണ്ടിക്കും ബേസിക് ഫീച്ചറായി 6 എയർ ബാഗ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ നല്ല ടയേഴ്സ് ഉണ്ട്, പുറകിൽ അത്ര പോരാ അല്ലേ? അത് കുഴപ്പമില്ല എന്നാലും. അതായത് വീൽ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന 27,000 ഓടിയല്ലോ, ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്കിന് കുറച്ചും കൂടി തേയ്മാനം മാനുവലിനെ വെച്ചിട്ട് കൂടുതൽ. അപ്പൊ ഇത്രയും കാലം അത് ഫ്രണ്ട് കിടന്നതാ. അതെ, അത് ഇപ്പൊ വീൽ റൊട്ടേഷൻ വന്നതാ. ഓക്കെ, എത്ര കൊടുക്കാത്? കൊടുക്കുന്നതിന് മുന്നേ റേറ്റ് ആദ്യം പറയണല്ലോ. ഇവരെടുക്കുന്ന സമയത്ത് 21,90,000 രൂപ, ഇപ്പോൾ 20,80,000 രൂപ. ഇപ്പൊ 20,80 20,70 20,80 ആണ്. 20,70 കൂട്ടിക്കോ. 70 കൂട്ടിയോ? ഇപ്പോൾ GST കഴിഞ്ഞിട്ട് ഓൺ റോഡ് വരുന്ന വാഹനമാണ് 20,70. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനം, S ഓപ്ഷനിലാണ്. എത്ര കൊടുക്കാം നമുക്ക്? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 17,65,000 രൂപ. 17,65 ഇപ്പോൾ ഇവരോട് ചോദിക്കുന്നത്. ഡീസൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ഒരു ടച്ചപ്പ് ഉണ്ടായിരുന്നു, ഈ ഡോറിന്റെ അടിഭാഗത്ത് ഒരു ലൈൻ ഉണ്ടായിരുന്നു, അത് പറഞ്ഞ ലൈൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. അതിൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, അത്യാവശ്യം നല്ല പെർഫോമൻസും ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം പിന്നെ. അപ്പോൾ ഒരു ക്രെറ്റ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഫേസ് ലിഫ്റ്റ് തപ്പി നടക്കുന്നുണ്ടെങ്കിൽ പരിഗണിക്കാം. ഈ ഒരു കളറുമാണ്, അടിപൊളി കളറുമാണ്. ലോൺ ഒരു 16 ഒക്കെ കിട്ടും. 16 എന്തായാലും കിട്ടും. ഓക്കെ, അതിന്റെ മേലെ നോക്കിയിട്ട് കസ്റ്റമർ പ്രൊഫൈലും നമുക്ക് മാക്സിമം ചെയ്തു. അടുത്തതാ കിയ സെൽറ്റോസ് ആണ്, KL35 പാല രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെയാ ഡീറ്റെയിൽ? 2021 ലാസ്റ്റ് 12-ാം മാസം വണ്ടി, പുതിയ അമ്പലത്തിൽ വരുന്ന തീർച്ചയായും ന്യൂ ഷേപ്പ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, പെട്രോൾ, 65,000 കിലോമീറ്റർ ഓടിയ HTK+.
കെ പ്ലസ് മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. ഇതിന്റെ മേലെ STX, X+, GT ലൈൻ അങ്ങനെയാണ് വരിക ഓപ്ഷൻ. പിന്നെ X ലൈനും. ആ ഇത് അലോയ്സും പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അതിൽ തന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് വരും കിയാണ്. അതായത് മെയിൻലി ഒരു കസ്റ്റമർ നോക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇല്ലാത്തൊരു സാധനം സൺറൂഫാണ്. നോർമൽ സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. അതൊക്കെ എല്ലാ കസ്റ്റമറും ആഗ്രഹിക്കുന്നില്ല. നോർമൽ ബേസിക് വേണ്ട എല്ലാ സാധനവും. പുഷ് ബട്ടൺ കാര്യമെല്ലാം ഉണ്ട്. പുഷ് ബട്ടൺ ഉണ്ട്, ഇൻബിൽഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്, എയർ ബാഗ് ഡ്യുവൽ വരുന്നുണ്ട്, സീറ്റ് ഓട്ടോ എത്രയാ പറഞ്ഞത്? 65. 65,000 21 മോഡലാണ്. വാറണ്ടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയാണ്. കറക്റ്റായിട്ട് ഷോറൂമിൽ തന്നെ കിയ തന്നെ സർവീസ് മെയിൻറ്റെയിൻ. സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഓഫർ റേറ്റ് ആണ്. പെട്രോൾ മാനുവൽ 90,000. പെട്രോൾ മാനുവൽ 990 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ബേസ് മോഡൽ HT, HDK ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന റേറ്റ് ആണ് 21, 20 ഓക്കെ. ഇപ്പൊ നമ്മൾ 21 HTK പ്ലസിന് 990 കഴിക്കുന്നുള്ളൂ. 990 HTK പ്ലസ് ആണ്, മാനുവൽ വാഹനം, പെട്രോള്. അപ്പോൾ താല്പര്യം നിങ്ങൾക്ക് വിളിക്കാം. പുതിയ ഏകദേശം എത്ര വരുന്നുണ്ട്? 17.5 ലക്ഷം രൂപ GST തൊട്ട് മുന്നേ ആയിട്ട് 17.5 ലക്ഷം രൂപ ക്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഓപ്ഷൻ അല്ലേ HTK പ്ലസിന്. ഇപ്പൊ 16,25,000 രൂപ. ഇപ്പൊ 16,25 വരുന്നുണ്ട്. അതാണ് ഇത്രയും കുറഞ്ഞത്. ഏകദേശം ഒരു 6 ലക്ഷം റുപ്യ, 5-6 ലക്ഷത്തിന്റെ റേഞ്ചിൽ മാറ്റം വന്നിട്ടുണ്ട്. 6 ലക്ഷം രൂപ തന്നെ. 6 ലക്ഷം 990 നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ലോഡ് ഒരു ഏകദേശം ഫുൾ ലോഡ് കിട്ടും. ഫുൾ ലോഡ് തന്നെ ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. 9 to 9.5 ഗ്യാരണ്ടി. ഫുൾ ലോൺ ഒരുവിധപ്പെട്ട കസ്റ്റമേഴ്സിനൊക്കെ ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും പ്രീ അപ്രൂവ്ഡ് ഉണ്ടല്ലോ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകും. ടാറ്റ നെക്സോൺ KL 23 രജിസ്ട്രേഷൻ വാഹനമാണ്. സെക്കൻഡ് ഷേപ്പ് വാഹനം. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2023 സെക്കൻഡ് ഷേപ്പ് തീരുന്ന സമയത്തുള്ള 23 മാനുഫാക്ചറിങ്, 23 രജിസ്ട്രേഷൻ ഉള്ള സിംഗിൾ ഓണർഷിപ്പിൽ 15,000 കിലോമീറ്റർ മാത്രം ഓടിയ. 14,000 ഞങ്ങൾക്ക് കിട്ടണേ. കൊല്ലത്തുനിന്ന് ഓടി വന്ന് കിലോമീറ്റർ 15 ആയി. 15,000 കിലോമീറ്റർ ഓടിയ. ഇപ്പോൾ സർവീസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താൽ മതി. വർഷം വയസ്സാട്ടോ. അല്ല, ആരും തെറ്റിദ്ധരിക്കണ്ട. പിന്നെ കൊല്ലത്തോടി വന്ന് 15,000 ആരെങ്കിലും അത് 14,800 ഏകദേശം 10-300 കിലോമീറ്റർ ഉണ്ടല്ലോ ഓടി എത്തുമ്പോഴേക്ക്. കിലോമീറ്റർ നമ്മൾ പറയുമ്പോൾ റൗണ്ട് ആക്കിയിട്ടെന്നുള്ളൂ. ചില 200-300 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, 15,100 അത്രയായിരുന്നു. 15,100. ഓക്കെ. 23 മോഡല് XMS സൺറൂഫ് ഉള്ള XM മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 14,000 കിലോമീറ്റർ സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ. എങ്ങനെയാണോ കമ്പനി വന്നാൽ അങ്ങനെ തന്നെ. അണ്ടർ വാറണ്ടി ആയിരിക്കും അല്ലേ? അണ്ടർ വാറണ്ടിയാണ്. ഇത് എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള വണ്ടിയാണ്. അണ്ടർ വാറണ്ടിയിലാണ്. 15,000 കിലോമീറ്റർ പെട്രോൾ മാനുവൽ 1.2 XMS. ഓക്കെ. അലോയ്സും കാര്യമൊന്നും വരൂല. പക്ഷെ പ്രൊട്ടക്ട് ലാമ്പ് കാര്യങ്ങൾ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പുറകിൽ ഡിഫോഗർ ഇല്ല, വൈപ്പർ ഇല്ല. ഓക്കെ. എത്രയാ ഇപ്പോൾ? ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 8,75,000 രൂപ. പുതിയതിൻ്റെ അവസ്ഥ എന്താ? പുതിയതിൻ്റെ അവസ്ഥ, ഈ വണ്ടി ന്യൂ ഷേപ്പ് ഇറങ്ങുന്നതിന് മുന്നേ ഈ ഷേപ്പിൽ ലാസ്റ്റ് നിർത്തുന്ന സമയത്ത് 11,95,000 രൂപയാണ് ഈ വണ്ടീൻ്റെ വില നിർത്തുമ്പോൾ. അതെ. ഇപ്പം ഉള്ള ന്യൂ ഷേപ്പ് നിർത്തുന്ന സമയത്ത് 12,300,000 XMSൻ്റെ, അതായത് XMSൻ്റെ പകരമുള്ള ഫീച്ചറിൻ്റെ വില. ഇവർ ഇപ്പോൾ റേറ്റ് കുറഞ്ഞതിന് ശേഷം 11,70,000. 11,70 ഇപ്പോഴത്തെ വില. റേറ്റ് കുറഞ്ഞതിന് ശേഷം ഫേസ് ലിഫ്റ്റിന്റെ വിലയാണ് എപ്പോഴും പറയുന്നത്. പുതിയ വണ്ടീൻ്റെ വിലയാണ്. അത് മാറി, ഷേപ്പും കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം. എത്രയാണ് പറഞ്ഞത്? 7,65,000. 7,75 ചോദിക്കുന്നു. നമുക്ക് ചെറിയ മാറ്റം കൂടി വരും. 7,75 ചോദ്യമാണ്. ഓക്കെ. അപ്പോൾ താല്പര്യം 14,000 ഓടിയിട്ടുള്ളൂ. അല്ല, സോറി, 15,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ലോൺ എത്ര കയറും? ഏകദേശം ഫുൾ ലോൺ കയറും. ഓക്കെ. അടുത്ത നെക്സോൺ ആണ് KL 47 രജിസ്ട്രേഷൻ വാഹനം. അതെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? സിംഗിൾ ഓണർഷിപ്പ്, XMS തന്നെ, 1.2 ലിറ്റർ പെട്രോൾ സെയിം വണ്ടി തന്നെ. കിലോമീറ്റർ വൈസ് വ്യത്യാസം. 2022 ആണ് മാനുഫാക്ചറിങ്. ഓക്കെ. മറ്റേ 23 ആയിരുന്നു, ഇത് 22. കിലോമീറ്റർ വൈസ് കുറച്ച് കൂടുതലുണ്ട്. 51,000 ആണ്. മറ്റേ 15,000 ആയിരുന്നു. അപ്പോൾ നമ്മളെ വില എത്രയാ ഇപ്പോൾ? ഈ വണ്ടി നമുക്ക് ഫൈനൽ 7 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 7 ലക്ഷം. മറ്റേ 7,65,000 ചോദിച്ച് നമ്മളത് ഈ വണ്ടി 7,15 ചോദിക്കുന്നുള്ളൂ. 7 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ റേറ്റിൽ 7 ലക്ഷത്തിന് കൊണ്ടുപോകാം. ബാക്കി വണ്ടീൻ്റെ റേറ്റ് ഒക്കെ സെയിം. XMS സെയിം വേരിയന്റ്, എല്ലാം സെയിം തന്നെയാണ്. ഒരു മാറ്റം. അതിലുള്ളതിന് പകരം ഇതിൽ ഒരു ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അഡീഷൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഹർമാൻ്റെ ഒറിജിനൽ സ്പീക്കേഴ്സും ബാക്കി എല്ലാം സെയിം. രണ്ട് കളറാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഇതിന് 7 ലക്ഷം ഫൈനൽ റേറ്റ് ആണ്. അത് 7,75 ചോദിച്ചത്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ നമ്മൾ നേരത്തെ കണ്ട സെയിം കളർ സെയിം ഷേപ്പ് നെക്സോൺ തന്നെ KL 14 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? XZ പ്ലസ് ആണ് ഓട്ടോമാറ്റിക്. XZ A+. ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനമാണ്. ഓട്ടോമാറ്റിക്കലി ഡീസൽ ഓട്ടോമാറ്റിക് ആണ്.
ഡീസൽ. നമ്മൾ നേരത്തെ കണ്ട രണ്ട് വണ്ടിയും പെട്രോൾ ആയിരുന്നു. ഇത് ഡീസലിൽ ഓട്ടോമാറ്റിക് ആണ്. മൈലേജും കിട്ടും. ടോപ്പ് എൻഡ് ആണ്, പക്ഷേ സൺറൂഫ് ഇല്ലാത്ത വേരിയന്റ്. സൺറൂഫ് ഉള്ളതും ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ട് ഒരു 50,000 രൂപ ഡിഫറൻസിലാണ് വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏതാ മോഡൽ? ഇത് 2021 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്കിൽ 65,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 65,000 ഡീസലിൻ്റെ ഒരു ഓട്ടം തന്നെ. അതെ. ഓക്കെ. റീപ്ലേസ്മെന്റ് ഇല്ല, പക്ഷേ ഗ്ലാസിന്റെ മുകളിലൊരു വര ലൈൻ ഉണ്ട്. പക്ഷെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഒറിജിനൽ 2021 ഗ്ലാസ് ആണ്. ലീക്ക് ഒന്നും ഇല്ലല്ലോ? ഇല്ല. നമുക്ക് വാറണ്ടി നമുക്ക് കമ്പനി തന്നെ മാറി കൊടുക്കാം. നമ്മൾ മാറ്റാതെ വെച്ചാൽ എന്താ വെച്ചാൽ കസ്റ്റമർക്ക് ചിലപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. മാറ്റണ്ടെന്നാണെങ്കിൽ നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല ടയേഴ്സാണ്. എത്രയാണിപ്പോ? കറക്റ്റ് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് ഫൈനൽ 8,70,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. 2021 വണ്ടി, 65,000 കിലോമീറ്റർ ഫുൾ സർവീസ് പോയ വാഹനം. അതെ. ഓക്കെ. ഇതിപ്പോ പുതിയതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? പുതിയതിന് ഏകദേശം 15ന്റെ മുകളിൽ റേറ്റ് വരുന്നുണ്ട് ഏകദേശം. ഓക്കെ. അപ്പോൾ നമ്മളെ റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ വണ്ടി മാർക്കറ്റിൽ ഇപ്പം GSTന്റെ ഓഫർ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആണെങ്കിൽ 9.5-10 ലക്ഷം രൂപേൻ്റെ ഉള്ളിലായിട്ടുള്ള റേറ്റ് അങ്ങനെ തന്നെ നിന്ന വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്നത് ഫൈനൽ 8,70,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. നമുക്കൊരു 7.5-7.25 ലോൺ കിട്ടും. 8 ലക്ഷം രൂപ കണ്ണും കൂടി അത് കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറങ്ങി കൊടുക്കും. വീണ്ടും നെക്സോൺ തന്നെ. നെക്സോൺ ഒരു ചാകരയാണ് അല്ലേ? 5 സെയിം ഷേപ്പിൽ പല വേരിയന്റിലും പല ഓപ്ഷൻസിലും ഒരു ഡാർക്ക് എഡിഷൻ ഉണ്ട്. അത് സോൾഡ് ആയി? അല്ലല്ല, അതുകൊണ്ട് എല്ലാം കൂടി കാണിക്കാൻ പറ്റാത്ത. ഓക്കെ. അപ്പോൾ ഇത് KL77 പേരാമ്പ്ര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. സൺറൂഫ് വരുന്ന മോഡൽ അല്ലേ? സൺറൂഫ് വരുന്ന ഡീസൽ മാനുവൽ XZ+. ടോപ്പ് എൻഡ് ഡീസൽ മാനുവൽ ഏറ്റവും ടോപ്പ് എൻഡിൽ വിത്ത് സൺറൂഫ് വരുന്നുണ്ട്. വിത്ത് സൺറൂഫ്. ഓക്കെ. വിത്തൗട്ട് സൺറൂഫ് ഉണ്ട് അല്ലേ? വിത്ത് സൺറൂഫും വിത്തൗട്ട് സൺറൂഫും. നമ്മൾ നേരത്തെ കണ്ട ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് സൺറൂഫ്. ഓക്കെ. 2021 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 79,000 കിലോമീറ്റർ ഓട്ടോ. 79,000 കിലോമീറ്ററിൽ ഫസ്റ്റ് ടയറിലാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഇത്രയും കാലം. കറക്റ്റായിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് സർവീസൊക്കെ പ്രോപ്പറായിട്ട് ഇപ്പോൾ സർവീസ് ആയിട്ടുണ്ട്. നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ടയർ മാറാനായി നമ്മൾ മാറി തരും. പുതിയ ടയർസിൽ ഇട്ട് തരും. സർവീസും ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ. അപ്പോൾ 4 പുത്തൻ ടയർ വിത്ത് സർവീസ് അടക്കം 7,65,000 രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് വണ്ടി കൊടുക്കും. 7.65 ഡീസൽ മാനുവൽ ഈ ഒരു നെക്സോൺ നിങ്ങൾക്ക് കൊണ്ടുപോകും. അപ്പോൾ എല്ലാം ആയില്ലേ? ഓട്ടോമാറ്റിക് മാനുവൽ സൺറൂഫ് ഡീസലായി, മാനുവൽ ഡീസലായി, പെട്രോൾ 2 ഓട്ടോമാറ്റിക് എല്ലാം. പെട്രോളിൽ ടോപ്പ് എൻഡാണ് ഈ ബ്ലാക്ക് കിടക്കുന്നത്. എല്ലാം കൂടി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് പക്ഷെ നമുക്ക് വാട്സപ്പ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളെല്ലാ ഡീറ്റെയിലും വണ്ടീനെ വാട്സപ്പ് ചെയ്തു. ഇത് മാത്രമല്ല, ഗ്ലാൻസ് ഉണ്ട്, പല വണ്ടികളുണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും എല്ലാം. അപ്പോൾ ഏത് വേണമെന്നല്ലേ കോൺടാക്ട് ചെയ്തോളൂ. പോളോ പോലും നമ്മൾ ഫുൾ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാത്തിനും ഓരോ സെലക്ട് ചെയ്ത് കാണിച്ചാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വണ്ടീനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ കമൻറ്റ് ഇട്ടിട്ട് ആ ഒരു ടെൻഷൻ വേണ്ടല്ലോ. കാരണം കുറെ ആൾക്കാർ കമന്റ് വായിച്ചിട്ട് കാണണോ വേണ്ടെന്ന് ആലോചിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽ എന്താണെന്നുള്ളത് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചന്വേഷിച്ചിട്ട് ക്ലിയർ ചെയ്യാം. അതും കൂടി ക്ലിയർ ചെയ്യാം. എളുപ്പം. ഓക്കെ. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.